ഹായ് ഹലോ. ഇന്ന് 12 ദിവസത്തിന് ശേഷം ചേട്ടനും മോളും ശബരിമലയിൽ പോയിട്ട് വന്നു. സോ ഇന്ന് വ്രതം മുറിക്കുന്ന ദിവസമാണ്. അപ്പം ചോറ് തിളപ്പിച്ച് റൈസ് കുക്കറിൽ വെച്ചു. ഇനി കുറച്ച് ചിക്കൻ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ചിക്കൻ കറിയൊക്കെ വയ്ക്കാം. അതിന് വേണ്ട സവാളയും തക്കാളിയും വെളുത്തുള്ളിയും അങ്ങനെ കുറേ കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്. ചേട്ടൻ്റെ കൊടുത്തു ആളിരുന്ന് അരിഞ്ഞോളും. ഇനി നമുക്ക് ചിക്കൻ കഴുകി വൃത്തിയാക്കാം. ഞാൻ 2-3 പ്രാവശ്യം കഴുകിയിട്ടുണ്ട്. അത് വീഡിയോ കാണിച്ചില്ലെന്നേ ഉള്ളൂ. നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിട്ട് നമുക്ക് കുറച്ച് ഉപ്പ്, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി അങ്ങനെയൊക്കെ പുരട്ടി കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കും. സത്യം പറഞ്ഞാൽ ഞാൻ ഇതാദ്യമായിട്ട് ഇങ്ങനെ ചെയ്യുന്നത്. സാധാരണ ഞാൻ നേരെ ചിക്കൻ ഗ്രേവിയിലോട്ട് നമ്മൾ റെഡിയാക്കുന്ന ഗ്രേവിയിലോട്ട് ഇട്ടാണ് ചെയ്യാറുള്ളത്. പക്ഷെ ഇന്ന് ഒരു വെറൈറ്റിക്ക് അങ്ങനെ ചെയ്തു. ഇനി നമുക്ക് കുറച്ച് അവിയലുണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് കുറേ സാധനങ്ങളൊക്കെ എടുത്ത് കഴുകി വൃത്തിയാക്കി നീളത്തിൽ അരിഞ്ഞ് വയ്ക്കാം. അപ്പം കുറേ സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. ക്യാരറ്റ്, വഴുതനങ്ങ, പൊട്ടറ്റോ, അങ്ങനെ കുറേ സാധനങ്ങൾ നീളത്തിലരിഞ്ഞ് വേവിച്ചു. പിന്നെ അരപ്പൊക്കെ തട്ടിയിട്ട് അതങ്ങോട്ട് റെഡിയാക്കി എടുത്തു. ഞാനിവിടെ നിന്നും ഇതെല്ലാം റെഡിയാക്കണം. ഇവിടെ അരിഞ്ഞില്ല, തൊലിയെല്ലാം പൊളിക്കുന്നതേ ഉള്ളൂ. സോ കുറച്ച് കറിവേപ്പിലയും വെളിച്ചെണ്ണയൊക്കെ ഇട്ട് അവിയൽ സെറ്റാക്കി. ഇനി നമുക്ക് മത്തങ്ങയും വെള്ളരിയും കൂടി ഇട്ട് പുളിശ്ശേരി ഉണ്ടാക്കാം. അങ്ങനെ അതിൻ്റെ അരപ്പൊക്കെ ചേർത്ത് അതിന് പുളിശ്ശേരിയും റെഡിയായി. പുളിശ്ശേരിക്ക് ഇച്ചിരി കടുക് താളിച്ചിടണം. അതിന് കുറച്ച് കൊച്ചുള്ളിയും കറിവേപ്പിലയും പിന്നെ ഒരു ചെറിയൊരു നിറത്തിന് വേണ്ടിയിട്ട് ഇച്ചിരി മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നമ്മളതിനകത്ത് ചേർത്തിടണം. അങ്ങനെ പുളിശ്ശേരിയും റെഡിയായി. ഇനി ഇവിടെ ചിക്കൻ കറിക്ക് അരിഞ്ഞ് തുടങ്ങുന്നതേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് തുടങ്ങുമ്പോഴാണ് ചിക്കൻ കറിക്ക് അരിഞ്ഞ് തുടങ്ങിയത്. സാധാരണ ഒരു ചിക്കൻ കറിയാണ് എല്ലാവരും ചെയ്യുന്ന പോലെ സവാള വഴറ്റി ഉപ്പൊക്കെ ഇട്ട് സവാളയൊക്കെ വഴറ്റി പിന്നെ അതിന് വേണ്ട മസാലപ്പൊടികളൊക്കെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി അളവൊന്നും എനിക്ക് വലുതായിട്ട് അറിയത്തില്ല. ഞാൻ ഏകദേശം ഒരു കൈക്കണക്കിനാണ് ചെയ്യുന്നത്. അതെനിക്ക് പണി കിട്ടുന്നുമുണ്ട്. അതിനുശേഷം നമ്മൾ ചിക്കനെല്ലാം എടുത്ത് ഇടുന്നു. സാധാരണ മേടിക്കുന്നതിനേക്കാൾ ഇച്ചിരി തോനെ ചിക്കൻ ഉള്ളതുകൊണ്ട് ഞാൻ എടുത്ത പാത്രം ചെറുതായിരുന്നു. അതുപോലെ തന്നെ ഇട്ട മസാലയും പോരായിരുന്നു. പിന്നെ കുറച്ച് തക്കാളിയും ഉരുളക്കിഴങ്ങും, നല്ല കൊഴുപ്പ് കിട്ടും കറിക്ക്. ഉരുളക്കിഴങ്ങ് ചേർക്കുന്നുണ്ട്. ഇപ്പോൾ കാണുന്ന പാത്രം ഞാൻ നേരത്തെ എടുത്ത പാത്രമല്ല, കുറച്ചും കൂടി വലിയൊരു ഉരുളി എടുത്തിട്ടുണ്ട്. കുറച്ചും കൂടി മസാല പിന്നെ ചേർക്കുകയും ചെയ്തു. അതിനകത്ത് കറിവേപ്പിലയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് മുള്ളുള്ള വാള ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് വറുക്കുകയും ചെയ്തു. അങ്ങനെ ഇന്നത്തെ ലഞ്ച് റെഡിയായി. നമ്മൾ കഴിക്കുന്നതാണ് കാണുന്നത്.